അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. പോണ വഴിക്ക് അവിടെ നല്ലൊരു കടയുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും കടയില്ല. എൻ്റെ അല്ല 15 കിലോമീറ്റർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ് കഴിക്കണം. ഞാൻ അത്രയും സെറ്റപ്പ് ആയിരുന്നു. നല്ല ചുമന്ന സലാഡാണ്, സവാള. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോകേണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുളിരാന്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഏത് സമയത്തും സ്റ്റീമർ നല്ല മഴയും പിന്നെ വണ്ടിയൊക്കെ കുത്തി ഒലിച്ച് പോണ സമയമുണ്ട് ഇവിടെ സ്റ്റീമർ. ഇതിപ്പോൾ സ്റ്റീമർ നല്ല ക്ലിയർ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ സ്ഥലവും. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പറയില്ല. കാരണം ഭയങ്കര കുത്തിയൊലിപ്പും മണ്ണൊലിപ്പോ വന്ന സമയം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ തന്നെ കുറേ കാറുകളൊക്കെ എപ്പോഴും ഇങ്ങനെ പെട്ടു പോകുന്ന സമയം. ഇത് മറ്റേ ആയിക്കോട്ടെ എൻ്റെ ചെക്ക് പോസ്റ്റ് സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. ആ പൊക്കോ വെച്ചൂർ പശുവാ. ഇതാണ് കേട്ടോ വെച്ചൂർ പശുക്കൾ എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ടോ. ഇതിൻ്റെ പ്രത്യേകം എന്താ ചെറുതാണ്. ആ ഇത് നിങ്ങൾ മെയിൻ കിടന്ന് തിന്നും. പിന്നെ നിങ്ങൾക്ക് പൊക്കം വയ്ക്കില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ കറക്റ്റ് ക്രോസ് ചെയ്ത് വന്ന സ്ഥലം എന്ന് വെച്ചാൽ അവിടെ മറ്റേ ഇതുണ്ടോ, അവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും പെർമിഷൻ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ചുമ്മാ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. ഇവിടെ കാര്യം പറഞ്ഞ് എന്ത് കാര്യത്തിനാന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് പോലെയുള്ള സ്ഥലമാണത്. ഇന്നാണ് കറക്റ്റ് ഒരു ദിവസം. ഞങ്ങൾ കുറേ ദിവസം എവിടെയെങ്കിലും പോകണമെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പം ഇന്നാണ് ആ കൂടി ഒരു ദിവസം ഇച്ചിരിയെങ്കിലും എന്താ പറയുക മഴയില്ലാതെ കിട്ടിയിട്ടോ. ബാക്കി ദിവസം ഫുള്ള് മഴയുണ്ട്. എടാ അവിടെ ഒരു കുളം പോലെ ഇടുന്നുണ്ട്. എന്തുവരെ മീനുണ്ടാവും. അതൊരു സംഭവം. ആ അതിരപ്പള്ളി റോഡ്, അയ്യമ്പുഴ അതിരപ്പള്ളി റൂട്ടാണിട്ടത്. അപ്പോൾ ഇതാട്ടെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ മറ്റേ ക്വാർട്ടേഴ്സ് ഉണ്ടോ. പക്ഷേ ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ആവറേജ് ഉണ്ട്. ഇതാണ് ക്വാർട്ടേഴ്സ് കേട്ടോ. കണ്ടിട്ട് പൂട്ടിയിട്ടൊക്കെ ഇപ്പോൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. എന്താണ് അവിടെ വെട്ടിയിട്ടേക്കണ തടികഷ്ണങ്ങൾ പോലെ. ആ ഓക്കെ. നമ്മുടെ വണ്ടി എടുത്ത് എവിടെ ഇറങ്ങാന്നില്ല കേട്ടോ. ആ ഇപ്പൊ ഈ തീക്കട പോണോ അവിടേക്ക്. അവിടേക്ക് എന്തൊരു സംഭവം. അവിടേക്കോ പോയി കഴിഞ്ഞാൽ സീനാ. പിടിച്ചു കഴിഞ്ഞാൽ ഫൈന കിടക്കേണ്ടി വരും. ആണോ? ഓ വേണ്ട. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നോണ്ടിരിക്കണ്ടോ. ഇതിപ്പോ അറിയാത്തൊരു അൺനോൺ റോഡുണ്ടോ. നല്ല കണ്ടിട്ട് അവിടെ ഒരു പാറ പോലെ കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ അത് കാരണം അവിടേക്ക് വേണ്ട. ജസ്റ്റ് ഇവിടേക്കൊക്കെ കയറാമോന്നില്ല അറിയില്ല കേട്ടോ. ആ അവിടെ ക്രോസ് ചെയ്ത സ്ഥലം കേട്ടോ. അവിടേക്ക് പോകാൻ പാടില്ലാന്ന്. എടാ എൻ്റെ പൊന്നുമോനെ പിടിച്ച പണി കിട്ടിയല്ലോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. GT മെല്ലസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ കേൾക്കാൻ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മഴ കേട്ടോ. മഴയായിട്ട് ഒരു സ്ഥലത്ത് വന്ന് നിർത്തില്ല. നമ്മൾ ഒമിനി എടുത്ത് ഇറങ്ങിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിനിയുടെ ഒരു ടയർ താന്നു പോയി. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ജാക്കിയൊക്കെ വെച്ച് പൊക്കി കല്ലൊക്കെ ഇട്ടിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അടുത്ത ടയർ താന്നു പോയി. അതിൻ്റെ അവസാനം ഞങ്ങൾ ഇപ്പോൾ ഇന്നും ചെറുതായിട്ട് മഴ പെയ്യാതായപ്പോൾ ആ മണ്ണ് ഉണങ്ങിയിട്ട് ഇപ്പോഴാണ് വണ്ടി എടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് കാരണം ഒമിനി എടുത്ത് മഴയത്ത് ട്രാവൽ ചെയ്ത് നിർത്തിയിട്ടോ. അത് നടപടി വരില്ല. കാരണം ഓഫ് റോഡ് ടയറൊന്നുമല്ല. എന്താ പറയണേ, അങ്ങനെ എടുത്ത് പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ താറ് അങ്ങനെ വണ്ടിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഒമിനി കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ചുമ്മാ ഇന്നിപ്പോൾ മഴയൊക്കെ തീർന്ന കാരണം ഇറങ്ങിയതാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിരാന്തോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതിപ്പോൾ മറ്റേ ഈ സൈഡിൽ കാണുന്ന റോഡെന്ന് വെച്ചാൽ ഇത് മറ്റേ അതിരപ്പള്ളിക്ക് വേണ്ട റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റേ ഈ ഓഫീസേഴ്സിൻ്റെ മറ്റേ ക്വാർട്ടേഴ്സാണ്. ഇവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് അവിടെ കാണുന്ന റബ്ബറും കൂടിയാണല്ലോ. ഇതിൻ്റെ നേരെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗേറ്റ് വെച്ച് പൂട്ടിയിട്ട് നമുക്ക് കയറാൻ പറ്റില്ല. കാരണം അവിടെ ഫുള്ളി ആന വല്ല സ്ഥലമാണ്. ഡേഞ്ചർ സ്ഥലമാണ്, നമുക്ക് പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അല്ലാണ്ട് പോകണമെന്നുണ്ട്. പക്ഷേ എങ്ങാനും പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൈസ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതായത് നമ്മൾ അവിടേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചുമ്മാ ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. പോണ വഴിക്ക് അവിടെ നല്ലൊരു കടയുണ്ട്. അവിടെ ഒന്ന് കയറി കഴിച്ചു നോക്കണം, ഫുഡ് കഴിച്ചു നോക്കണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് പോകേണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വഴിക്കടെ തിരിച്ച് പോകേണ്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. തിരിച്ച് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമ്മൾ വന്ന ചെക്ക് പോസ്റ്റ് ഉണ്ടോ. ഇതിക്കടെ വരാണെങ്കിൽ ഇവിടെ ചെക്ക് പോസ്റ്റ് കിടന്നുണ്ടോ. പണിയുണ്ട്. ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കേട്ടോ.
പറഞ്ഞ കടയിലേക്ക് നമ്മൾ പോയിട്ടിരിക്കണ്ടോ. ഈ റൂട്ടിൽ കൂടെ അയ്യമ്പുഴ മഞ്ഞപ്പുറ റൂട്ട് ഉണ്ടോ. അത് നമ്മൾ ബോർഡിൽ പോയി കഴിഞ്ഞാൽ കാണാം, ബോർഡ് കാണാൻ വരും ഇവിടെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ വഴി വന്നെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് കപ്പയും പൊട്ടിയും കപ്പ ഇറച്ചിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഞങ്ങൾ അന്ന് മറ്റേ നമ്മുടെ അതിരപ്പള്ളിക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൽ കിടേണ്ട പോയി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് തോന്നിട്ടോ. വെറുതെ ചുമ്മാ കുറേ നെയ്യും വാരിക്ക് ഒരു വെച്ച് കിട്ടുന്ന പോലെ അല്ലാതെ നല്ല സെറ്റപ്പായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വരണ്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കയറി കേട്ടോ. ഇതിപ്പോൾ ഈ റൂട്ട് എത്ര മറ്റേ അയ്യമ്പുഴ മഞ്ഞപ്പുറ റൂട്ട്. അയ്യമ്പുഴ മഞ്ഞപ്പുറ റൂട്ടിൽ പണിങ്ങി ഇവിടെ കയറി കഴിച്ചു കേട്ടോ. ഇവിടുത്തെ കപ്പയും പൂട്ടിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം കപ്പയും പൂട്ടിയാണ്. അത് കയറി കഴിച്ചോട്ടോ. സജ്ജിയേട്ടൻ്റെ കട സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഗെയിം എന്തായാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് സാധനം കയറി കഴിച്ചോക്കാം. എന്ത് ടോളെന്ന് വെച്ചോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കടയിലെ ചേട്ടൻ കേട്ടോ. നല്ല സൂപ്പർ കപ്പയും പൂട്ടിയുണ്ടോ. ചേട്ടൻ്റെ പേര് സജീസ് ആണ്. ഓൾറെഡി പോകണ്ടാത്ത കണ്ടതാ. ചേട്ടൻ ഒരു കപ്പയും പൊട്ടിയും ഒരു കപ്പയും എല്ലും കഴിഞ്ഞ പ്രാവശ്യം എടുത്തു പോലെ. കഴിഞ്ഞ പ്രാവശ്യം എടുത്താൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറി കഴിച്ചു കേട്ടോ. ഓക്കെ, എടുത്തോട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണ ഇഷ്ടമാണ് കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കണം. കിച്ചണൊക്കെ ഭയങ്കര വൃത്തി. മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ഉണ്ടാക്കുന്ന സ്ഥലം. ഇപ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോണത് ആദ്യം പോട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കപ്പ, ആവശ്യത്തിന് കപ്പ, ഗ്യാസ് ഓണാക്കി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വേപ്പിലയും കാര്യങ്ങളൊക്കെ ചേർക്കേണ്ട അത്യാവശ്യം. സവാള അരിഞ്ഞ് വെച്ച് ചേർത്ത് സെറ്റായിക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. സ്പെഷ്യൽ ഗ്രേവി അതെന്താണ് ഗ്രേവി അല്ലേ. കപ്പ നല്ല ഗ്ലാസ് വെച്ചാണ് ഉടയ്ക്കുന്നത് കേട്ടോ. കപ്പ നന്നായി ഗ്ലാസ് വെച്ച് ഉടച്ച് ചെയ്യുന്നുണ്ട്. സെബി ഇപ്പോൾ കസേരയിലേക്കാണ്. നമുക്ക് സാധനം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനം മിക്സിങ് ആണത്. നന്നായി ഇളക്കി കപ്പയും പൂട്ടിയായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. കപ്പയും പൂട്ടി സാധനം നല്ല മണമൊക്കെ വേണ്ടിട്ടോ. കുറച്ച് മസാലപ്പൊടി, സ്പെഷ്യൽ മസാലയാണ് ചേർക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അവസാന മസാലകളിട്ട് മിക്സ് ചെയ്ത് സാധനം റെഡി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സാധനം സെറ്റായി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം. ഈ കപ്പയും പൂട്ടിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാണ്. കപ്പയും പൂട്ടിൻ്റെ സെറ്റായി പാത്രത്തിലേക്ക് മാറ്റി. ഇനി കുറച്ച് എന്താ സലാഡാണ് വിഷയം. സലാഡാണ് നല്ല ചുമന്ന സലാഡാണ്. സവാളയും മുളകും വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ അതിനകത്ത്? ബീട്രൂട്ട്, സവാളയും ബീട്രൂട്ടും ചേർത്തുണ്ടാക്കുന്ന സലാഡാണ്. സാധനം റെഡി. സെബിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാണ് കപ്പയും പൂട്ടിയും. അത് തന്നെയാണ് സെബിക്ക് ആ സാധനം എടുത്തന്നെ. കൊടുത്തേക്കാം. നീ മേടിച്ചിട്ടോ. കൊടുക്കണമെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ വിശന്നിരിക്കാന്ന് പറയാൻ മിക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ 2 ഐറ്റവും വന്നിട്ട് കേട്ടോ. നമ്മുടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു 2 ഐറ്റവും നമ്മുടെ കപ്പയും എല്ലും കപ്പയും പോട്ടിയും. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും കടയില്ല. എൻ്റെ അല്ല 15 കിലോമീറ്റർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ് കഴിക്കണം. ഞാൻ അത്രയും സെറ്റപ്പായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടോ. നല്ല അടിപൊളി വേണ്ടോ. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ടോ. നമുക്ക്
കടയുടെ അകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റും. അടുത്ത ഏഷ്യാഡിൻ്റെ മിക്സിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. കപ്പയും എല്ലും കാര്യങ്ങളും ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് വെച്ചാട്ട് ഇവിടെ ഉടയ്ക്കണം. ഇത് നമ്മൾ നേരത്തെ കണ്ട ചേട്ടനാണ്. ചേട്ടൻ സ്ഥിരം കസ്റ്റമറാണ് ഇവിടുത്തെ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി തരും. എന്തൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞാൽ ചേർക്കും. എരിവ് കൂടുതലാണെങ്കിൽ കുരുമുളകും കാര്യങ്ങളും ചേർത്ത് തരും. ഇനി എരിവ് കുറവ് വേണ്ടവർക്ക് അങ്ങനെ കുരുമുളക് കുറച്ച് ചേർത്ത് ഉണ്ടാക്കി തരും. അതെ, ആൾക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത് പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. ഇത് ഈ ചേട്ടൻ പറഞ്ഞ ഓർഡർ കേട്ടോ. അത് ഏഷ്യാഡാണ് ആ ചേട്ടൻ പറഞ്ഞത്. പ്ലേറ്റിലേക്ക് സാധനം മാറ്റി സെറ്റായിട്ട് സവാള മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നേരത്തെ കൊടുത്ത അതേ സാധനം തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് അവരോട് നല്ല അഭിപ്രായം ചോദിച്ചത്. കഴിച്ചിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ചേട്ടനോട് ഒന്നും കഴിക്കാറുണ്ടോ? ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. വളരെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് മേടിച്ച സാധനമുണ്ട്, കപ്പയും പൊട്ടി. അന്ന് കപ്പയും പൊട്ടി മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് സബോള എടുത്ത് മിക്സ് ചെയ്തിട്ട് തന്നെ അടിപൊളി കേട്ടോ. പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വഴി വരുമ്പോൾ കഴിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങൾ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. കറങ്ങാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഇറങ്ങിയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഇത് കപ്പയും പൊട്ടിയോ അടിപൊളി ടേസ്റ്റ്. നമ്മുടെ സംഭവം കപ്പ ഇല്ല ഉണ്ടോ, ഇത് കഴിച്ചോട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് ചെവി? അത് കഴിച്ചിട്ട് ദേശീയടല്ലേ? ദേശീയടും എൻ്റെ ടീമിനെ കണ്ടുപിടിക്കും. കൃത്യം കണ്ടുപിടിച്ചു കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു പഠിക്കട്ടോ എങ്ങനെയാണ് മസാല ഇറങ്ങേണ്ടത് കേട്ടോ. അടിപൊളി കേട്ടോ, ഒന്നും പറയണ്ടേ. ഇഡ്ഡലിയുടെ ടേസ്റ്റ് ചൂടോടായിരുന്നു കേട്ടോ. ഇപ്പം കപ്പയും പൊടിയും ചെറുതായിട്ട് ചൂടാറുണ്ട്, പക്ഷെ ഇത് നല്ല ചൂടുണ്ടാകും. സലാഡ് ടേസ്റ്റ് നോക്കി. സലാഡ് അടിപൊളി കിട്ടുന്ന ടേസ്റ്റ് കേട്ടോ. മിക്സ് ചെയ്തിരിക്കണം കേട്ടോ. എല്ലാവർക്കും വഴിപ്പാണെങ്കിൽ എന്തായാലും മേടിച്ച് വെച്ചോ, ഒന്നും പറയില്ല. എന്തായാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ.